നമസ്കാരം. ശബരീശ ദർശനം ആരംഭിക്കുന്നു. ഐതിഹ്യങ്ങളിലും വാമൊഴി കഥകളിലും മാത്രമല്ല, രാമായണത്തിലും ഒരുപാട് പ്രാധാന്യമുള്ള സ്ഥലമാണ് നീലിമല. ഋഷ്യമൂകാചലത്തിന്റെ സമീപത്തെ ഒരു മല ശബരിമല ആയതുപോലെ മറ്റൊരു ഭാഗം നീലിമലയുമായി മാറുകയായിരുന്നു. സ്വാമിയേ ശരണം, സ്വാമിയേ ശരണം, അയ്യപ്പ ശരണം, അയ്യപ്പ ശരണം, ശ്രീധർമ്മശാസ്താവേ ശരണം. ശബരിയും നീലിയും ഇഴചേർന്ന് നിൽക്കുകയാണ്. ഐതിഹ്യങ്ങളിലും വാമൊഴി വഴക്കങ്ങളിലും എല്ലാ കഥകളിലും രണ്ടുപേരും മാതംഗ മഹർഷിയുടെ ആശ്രമ പരിസരത്ത് ജീവിച്ച രണ്ട് ആദിവാസി സ്ത്രീകളാണ്. ശബരി യോഗിനിയായി തപസ് ചെയ്തെങ്കിൽ നീലി ആശ്രമത്തിലെ സേവികയായിരുന്നു. ഇവിടെ നിന്ന് പുരോഗമനം വരുന്ന കാലത്തിന് മുമ്പേ ഈ ശബരിമല വന്നുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അവർക്ക് കിട്ടിയ ഐതിഹ്യം അനുസരിച്ച് ഈ നീലിമലയിലൊരു മഹർഷി ആശ്രമവാസിയായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പമ്പാ നദിയിൽ സ്നാനം കഴിഞ്ഞ് വരുന്ന സമയത്ത് വന്നു നോക്കുമ്പോൾ ആശ്രമത്തിൻ്റെ പരിസരം മൊത്തം ക്ലീനായിട്ട് തൂത്തിട്ടിരിക്കുന്നു. ആരോ ഇതിങ്ങനെ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു കാട്ടുവാസിയായ ഒരു സ്ത്രീയെ കണ്ടെത്തുകയും അങ്ങനെ ഒരു ചരിത്രമുള്ളതായിട്ടാണ് നീലിമലയെക്കുറിച്ച്. ആ സ്ത്രീയുടെ പേര് നീലി എന്നായിരുന്നു. മാതംഗ മഹർഷിക്ക് നടന്നു പോകാനുള്ള വഴികളെല്ലാം മുൻപേ നടന്ന് വൃത്തിയാക്കിയ സ്ത്രീ എന്നാണ് കമ്പരാമായണത്തിൽ വിശേഷണം. സീതാവിരഹം പറഞ്ഞു കരഞ്ഞു വന്ന ശ്രീരാമനും ലക്ഷ്മണനും ചെന്നെത്തുന്നത് നീലിയുടെ മുന്നിലാണ്. ശബരിയെ കാണും മുൻപ് ശ്രീരാമൻ നീലിയെ കണ്ടു എന്നാണ് രാമായണം പറയുന്നത്. നീലിമലയുടെ അവസാനിക്കുന്ന ഭാഗത്തിൽ ശബരിപീഠം എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ്റെ സായുജ്യം ലഭിച്ചതിന് ശേഷം സ്മൃതി അടയണമെന്നുള്ള വരദാനം ഈ ശബരിക്ക് കിട്ടിയിരുന്നു. ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പേ ത്രേതായുഗത്തിൽ ശ്രീരാമൻ ഇതുവഴി വരുമെന്നും തെക്കോട്ട് പമ്പ തീരത്തേക്ക് വരുമെന്നും അന്ന് ഈ ശബരിയെ കാണുമെന്നും ശബരിക്ക് ശ്രീരാമൻ മോക്ഷം കൊടുക്കുമെന്നും അങ്ങനെ അവിടെ വെച്ച് സമാധിയാവുകയും അങ്ങനെ ഇവിടുന്നാണ് ശ്രീരാമൻ തെക്കോട്ട് പോയിട്ട് പമ്പ തീരത്ത് പോവുകയും അവിടെ ഋഷ്യമൂകാചലം പമ്പയുടെ കരയ്ക്ക് കടഞ്ഞ് ആ ഹിൽ ടോപ്പ് അത് ഋഷ്യമൂകാചലമാണ്. അവിടെയാണ് സുഗ്രീവൻ പാർത്തനും എന്നൊക്കെ ഐതിഹ്യം. ശ്രീരാമൻ അനുഗ്രഹിച്ചതോടെ നീലി പമ്പയിൽ ലയിച്ചു എന്നാണ് കഥ. നീലി തന്നെയാണ് പമ്പാ നദിയായി മാറിയതെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. നീലി ചില കഥകളിൽ ശബരിയുടെ മകളുമാണ്. ശബരിക്കും സഹ്യനും ഉണ്ടായ പുത്രിയാണ് നീലി. സഹ്യപർവ്വതത്തിൽ നിന്നും ശബരിമലയിൽ നിന്നും ഒഴുകുന്ന നീരുറവകളാണ് ഒടുവിൽ പമ്പയായി മാറുന്നത് എന്ന യാഥാർത്ഥ്യവുമായി ഏറെ അടുപ്പമുള്ളതാണ് ഈ കഥ. നീലിമലയിലെ കൊടും കയറ്റങ്ങൾ ഒഴിവാക്കി പോകാൻ ഇപ്പോൾ സ്വാമി അയ്യപ്പൻ റോഡുണ്ട്. പക്ഷേ പരമ്പരാഗത വഴി തന്നെ തിരഞ്ഞെടുക്കുന്നവരാണ് തീർത്ഥാടകരിൽ ഏറെയും. കന്യ അയ്യപ്പന്മാർ നീലിമല കയറി തന്നെയാണ് സന്നിധാനത്തേക്ക് ഇപ്പോഴും പോകുന്നത്. തിരുസന്നിധാനത്തിൽ വന്നു നിൽക്കുമ്പോ എരുമേലിയിൽ നിന്ന് പുറപ്പെട്ടാൽ ആദ്യം കരിമല കയറി ഇറങ്ങി പമ്പയിൽ നിന്ന് നീലിമല കയറി മരക്കൂട്ടത്തേക്ക്. ഇതായിരുന്നു പഴയ തീർത്ഥാടനത്തിലെ രണ്ടു സങ്കീർണ ഘട്ടങ്ങൾ. ഇപ്പോൾ കരിമല കയറി ഇറങ്ങുന്നവർ അപൂർവമാണ്. നീലിമലയാണ് ഇപ്പോഴും തീർത്ഥാടകർക്ക് മലയാത്രയുടെ അനുഭവം നൽകുന്ന ഇടം. ക്യാമറമാൻ ലിബിൻ കെ ഉമ്മനൊപ്പം നീലിമലയിൽ നിന്ന് വി.ആർ. കാർത്തിക്, ന്യൂസ് 18. വടക്കുംനാഥ സർവം നടത്തുംനാഥ എന്ന ഒറ്റ ഗാനത്തിലൂടെ ഭക്തിഗാന രചനാ രംഗത്ത് നക്ഷത്രശോഭ നേടിയ ആളാണ് പി.സി. അരവിന്ദൻ. ഋഷിനാഗക്കുളത്തപ്പ ശരണം, ദക്ഷിണകാശിയം, കൊട്ടിയൂർ തുടങ്ങിയ ഗാനങ്ങളെല്ലാം ആ ആൽബത്തിലായിരുന്നു. പിന്നാലെ യേശുദാസിനായി 8 ആൽബത്തിനുള്ള മുഴുവൻ അയ്യപ്പ ഭക്തിഗാനങ്ങളും പി.സി. അരവിന്ദൻ എഴുതി. വടക്കുംനാഥ സർവം പാട്ട് എഴുതാൻ ഞാൻ വേണ്ട, എനിക്ക് മുമ്പ് എനിക്ക് ശേഷം അദ്ദേഹത്തിനെ പറ്റി എഴുതും. പക്ഷേ എനിക്ക് പാട്ട് എഴുതാൻ വടക്കുന്നത് തന്നെ വേണമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയുള്ള ഒരു മുദ്രയാണത്. അത് എത്ര അതെല്ലാം അത് നിൻ്റെ മുമ്പിൽ ഞാൻ സാഷ്ടാംഗം നമിക്കുന്നില്ല. അന്ന് എഴുതുമ്പോൾ ഞാൻ അത്ര നമസ്കരിച്ചിട്ടില്ല അത് എഴുതുമ്പോൾ. ബട്ട് അതെനിക്ക് മനസ്സിലായി. എനിക്ക് എന്നെ എവിടെ എത്തിക്കണോ ആ പാട്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എന്നും ആ പാട്ട് മനസ്സുകൊണ്ട് ചെല്ലാറുണ്ട്. അവിടെ നടക്കിൽ നമസ്കരിച്ച് മനസ്സുകൊണ്ട് സങ്കല്പിക്കാറുണ്ട്.
ആ നടയിൽ നിന്നാണ് എനിക്ക് എൻ്റെ സംഗീത ഈ ലോകത്ത് അല്ലെങ്കിൽ ഗാനരചനാ ലോകത്ത് എന്തെങ്കിലും ഒരു ഇത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും എവിടെ പോയാലും വടക്കുന്ന ശ്രമം നടത്തുന്ന എഴുതി അവിടെ പറയുമ്പോൾ അതിന് കിട്ടുന്ന സന്തോഷം അതിന് തത്തുല്യമായിട്ട് ഒന്നുമില്ല. ആ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ശംഖ് ചക്ര പ്രതിഷ്ഠയും തീർച്ചയായിട്ടും അതൊരു മഹാഭാഗ്യം എന്ന് വേണം പറയാൻ. ദാസേട്ടനായിട്ട് ആദ്യം ഗംഗാതീർത്ഥാണ് ഞാൻ ചെയ്ത വർക്ക്. അതിനുശേഷം ഇങ്ങനെ ദാസേട്ടൻ്റെ എൻ്റെ രൂപം മനസ്സിലുണ്ടായിരിക്കണം. പിന്നെ 92 ഇതുപോലൊരു അയ്യഭക്തി ഗാനം എഴുതാൻ വേണ്ടി ദാസേട്ടനെ വിളിക്കുന്നുണ്ടായി. അങ്ങനെയാണ് ആദ്യത്തെ അയ്യഭക്തി ഗാനം ദാസേട്ടനും ഞാനും കൂടിയായിട്ട്. അതൊരു നീണ്ട സൗഹൃദം തന്നെയാണ്. കാരണം ദാസേട്ടന് വേണ്ടി 8 അയ്യഭക്തി ഗാന ആൽബങ്ങൾ വിവിധ സംഗീത സംവിധായകന്മാർ ചെയ്തിട്ടുള്ള ചെയ്യാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. തുടക്കം 1992 ശരണതരംഗിണി വോളിയം 1, തുമ്പിക്കര മുതൽ അൻപിൻ നിറകുടം, തുമ്പിക്കര മണികണ്ഠ സ്വാമിക്ക് ആ ഒരു പാട്ടുണ്ട്. അത് ദാസേൻ്റെ മനസ്സിലുള്ള ഒരു ആശയാണ്. ദാസേട്ടനെ ചോദിച്ചപ്പോൾ ദാസേട്ടൻ പറഞ്ഞു, എല്ലാ കൊല്ലം ആ പാദങ്ങളിൽ ഇങ്ങനെ ഓരോ എനിക്ക് ഏറ്റവും നല്ലത് അർപ്പിക്കാൻ എനിക്കൊരു ഭാഗ്യം തരണം, അതല്ലാതെ എന്താ പ്രാർത്ഥിക്കാനുള്ളത് നമുക്ക്. ആ ഒരൊറ്റ അതൊക്കെ മനസ്സിലെ സ്പാർക്കുകൾ. ദാസേട്ടൻ്റെ ആ ഒരു വാചകം മതി. മണികണ്ഠ സ്വാമിക്ക് കുടികൊള്ളാൻ എന്നുള്ള മണിമണ്ഡപമാകണം, കാഞ്ചന മണിമണ്ഡപമാകണം, പന്തളത്തുണ്ണിക്ക് കളിയാടാനുൾത്തടം പൂങ്കാവനമാകണം, കാനന പൂങ്കാവനമാകണം. അതിനേക്കാളൊക്കെ അതിലെനിക്ക് എടുത്തു പറയാനുള്ളൊരു ഓരോ നമ്മളെ ഒരു പുതിയ വർക്ക് നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഒരു പാട്ടുണ്ട്, തിരുവാഭരണ ഘോഷയാത്ര. ആ ശബരിമല മണ്ഡലകാലത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അല്ലെങ്കിൽ മലയാളത്തിന് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ചടങ്ങുകളിൽ ഒന്നാണ് തിരുവാഭരണ ഘോഷയാത്ര. ഇതിനെപ്പറ്റിയൊരു കീർത്തനം എഴുതുന്നത് എനിക്ക് തോന്നി. പക്ഷെ എന്നിട്ട് ഞാൻ പന്തളം വരെ പോയി. ഈ തിരുവാഭരണം ചുമക്കുന്ന വേലായുധ സ്വാമി അവരൊക്കെ ഇല്ല, വേലായുധപിള്ള, അവരൊക്കെ കണ്ട് ഞാൻ അവിടെ സംസാരിച്ചതിന് ശേഷമാണ് ആ പാട്ട് എഴുതുന്നത്. അണയുന്നേ പൊന്നും പന്തള നാടിൻ മേടക്കല്ലും താണ്ടി മണികണ്ഠൻ അണിയാനാഭരണം, അണയുന്നേ പൊന്നും പന്തള നാടിൻ മേടക്കല്ലും താണ്ടി മണികണ്ഠൻ അണിയാനാഭരണം. പറവച്ചും പൂക്കുല വെച്ചും പൊന്നും താലപ്പൊലികളെടുത്തും പരിചിൽ വഴി നീളെ സ്വീകരണം. അരസൻ മകനേകും സമ്മാനം. ഇതിലും പരമൊരു സുഹൃതമുണ്ടോ, ഇഹ പരങ്ങളിലൊരു അമൃതമുണ്ടോ, ശബരിശൈലത്തിലെ മേൽശാന്തി പദത്തിലും ഉപരി മറ്റൊരു രാജയോഗമുണ്ടോ.
ഈ കാസറ്റ് ഇറങ്ങി ഫുൾ സംഗീതം ചെയ്ത് ദാസേട്ടൻ തന്നെ പാടി. മാത്രമല്ല 2 പാട്ടുകൾ ദാസേട്ടൻ എഴുതിയിരുന്നു. അപ്പോൾ ദാസേട്ടൻ എന്ന ഗാനരചയിതാവിൻ്റെ കൂടെ എഴുതാനൊരു ഭാഗ്യം. ഇങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങൾ. ദുഃഖങ്ങളും സൗഖ്യ സ്വപ്നങ്ങളും താണ്ടി കൊടും കാട്ടിലൂടൊരു യാത്ര, തീക്കനലും പുഷ്പതുല്യമാക്കിയിടുന്ന തൃക്കഴൽ പാട്ടിലേക്കൊരു യാത്ര, ധർമ്മശാസ്ത്രപാദത്തിലേക്കൊരു യാത്ര. ശബരിമല ദർശനം എന്ന് പറയുന്നത് മാളികപ്പുറത്തമ്മയെ കൂടി തൊഴുതാലേ നമുക്ക് പൂർണ്ണമാവുന്നുള്ളൂ. ഇപ്പം ഗുരുവായൂർ നമ്മൾ തൊഴുമ്പോൾ പറയും മമ്മീരപ്പനെയും ഇപ്പോൾ തൊഴണം എന്നാലേ പൂർണ്ണ ബലം കിട്ടൂ എന്ന് പറയുന്ന പോലെ ഈ മാളികപ്പുറത്തമ്മ അപ്പോൾ ഒരു നിറഞ്ഞു നിൽക്കുന്ന ഒരു ദേവി ചൈതന്യം തന്നെയാണ് അവിടുത്തെ. പ്രത്യേകിച്ച് ഞാൻ ആദ്യം നമുക്ക് തൊഴുമ്പോൾ തന്നെ എനിക്ക് ഇവിടെ എത്തുമ്പോൾ എന്തോ ഒരു വല്ലാത്ത ഒരു ദുഃഖം നമ്മൾ ശബരിമല അയ്യപ്പനെ തൊഴുമ്പോൾ നമുക്കൊരു സന്തോഷം ആനന്ദക്കണേ. പക്ഷെ മാളികപ്പുറത്തമ്മയുടെ അവിടെ എത്തുമ്പോൾ നമുക്കൊരു പ്രത്യേകിച്ച് അവിടെ ആ പറകൊട്ടിൻ്റെയും ആ പാട്ട് നാഗാരാധനയുടെ എന്തോ ഒരു വളരെ ഒരു സങ്കടം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദുഃഖസാന്ദ്രമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ എത്തിപ്പെടുന്ന പോലെ തോന്നും. ചിലപ്പോൾ ഞാൻ കരഞ്ഞിട്ട് പോലും. ശബരിമലയിലെ വരുമാനം 70 കോടി രൂപ പിന്നിട്ടു. കഴിഞ്ഞ വർഷത്തേക്കാൾ 22 കോടിയാണ് വർധന. 2017 ആദ്യ 25 ദിവസം ലഭിച്ച 105 കോടി രൂപയാണ് എക്കാലത്തെയും ഉയർന്ന വരുമാനം. ആ നിലയിലേക്ക് വരും ദിവസങ്ങളിൽ വരുമാന വർധന ഉണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. സന്നിധാനത്ത് നിന്ന് VR കാർത്തിക് ചേരുന്നു. കാർത്തിക്, ഇന്നെങ്ങനെയാണ് ഭക്തജന തിരക്ക്? മഴ ഏതെങ്കിലും തരത്തിൽ ദർശനത്തെ ബാധിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശബരിമലയിൽ അനുദിനം തിരക്ക് കൂടുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ 5 ദിവസവും ശരാശരി 60,000-ലധികം ഭക്തരാണ് ഓരോ ദിവസവും ദർശനം നടത്തുന്നത്. വെള്ളിയാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ഭക്തർ ദർശനം നടത്തിയത്. നമ്മൾ ഇപ്പോൾ ഉള്ളത് ശ്രീകോവിലിന് മുൻവശമാണ്. 18-ാം പടിയിലടക്കം വലിയ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീകോവിലിന് പിന്നിലുള്ള ഫ്ലൈ ഓവറിന്റെ ഒരു വശം മുതൽ മറ്റേ വശം വരെ നിറഞ്ഞിരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാം. 18-ാം പടിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഏതാണ്ട് 1 മണിക്കൂറിൽ 3000 തീർത്ഥാടകരെയാണ് കടത്തിവിടുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ഇന്നലെയും ഇന്നുമൊക്കെ ഏതാണ്ട് 1500-ലധികം തീർത്ഥാടകരെ 1 മണിക്കൂറിലധികം 18-ാം പടി കയറ്റിവിടുന്നു. ഇതാണ് തിരക്കുമായി ബന്ധപ്പെട്ട സാഹചര്യം. വെള്ളിയാഴ്ച 72,000 പേരാണ് ദർശനം നടത്തിയത് എങ്കിൽ ശനിയാഴ്ച അത് 69,137 ആയിരുന്നു. ഇന്നലെയും 63,000-ഓളം പേർ ദർശനം നടത്തി. ഇങ്ങനെ അനുദിനം തിരക്ക് കൂടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അന്യ സംസ്ഥാന തീർത്ഥാടകർക്കൊപ്പം മലയാളികളും കൂടുതലായി എത്തിത്തുടങ്ങിയതോടെയാണ് ഇത്തരത്തിൽ തിരക്ക് വർദ്ധിക്കാൻ കാരണം എന്നാണ് ബോർഡിന്റെ വിലയിരുത്തൽ. ഏതായാലും കാനനപാതയിലൂടെ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിലും കാര്യമായ വർധനവുണ്ട്. മണ്ഡലകാലം ആരംഭിച്ച് 22 ദിവസം പിന്നിടുന്നു. ഈ 22 ദിവസത്തിൽ ഏതാണ്ട് 7,000-ലധികം പേരാണ് കാനനപാതയിലൂടെ സന്നിധാനത്തേക്ക് എത്തിയത്. അതായത് പുല്ലുമേടിലൂടെ സന്നിധാനത്തേക്ക് എത്തിയത്. ഇപ്പോഴും കൂടുതൽ അന്യസംസ്ഥാന തീർത്ഥാടകർ കാനനപാതയിലൂടെ എത്തുന്നു. എന്നാൽ കാനനപാതയിലൂടെ മടങ്ങുന്നവരുടെ എണ്ണം കുറവാണ്. കൂടുതലും మలయాళిകളും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. എങ്ങനെ തിരക്കുണ്ടോ കേട്ടോ? రష్ ఉണ്ടో? తెలుగు రష్ ఉండో? రష్ తక్కువనే ఉంది. రష్ చాలా తక్కువ ఉంది. రష్ తక్కువనే ఉంది. వెరీ లెస్ రష్. యా. ഇന്ന് രാവിലെ പുലർച്ചെ 3-ന് നട തുറന്നു. 3:05 മുതൽ നിർമ്മാല്യ ദർശനം. ആ നിർമ്മാല്യ ദർശനം മുതൽ തന്നെ ഇങ്ങനെ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഏതായാലും വലിയ നടപ്പന്തലിൽ നിന്ന് ഭക്തരെ ഘട്ടം ഘട്ടമായാണ് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം 22 ദിവസം പിന്നിടുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ മകരവിളക്കിനോടനുബന്ധിച്ചുള്ള സീസണിലേക്ക് പോകുന്നു. അതിനു മുൻപ് മണ്ഡലകാലത്ത് നടയടക്കുന്ന ദിവസങ്ങളിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വരും ദിവസങ്ങളിലും തിരക്ക് കൂടാൻ തന്നെയാണ് സാധ്യത.
ഉച്ചയ്ക്ക് ശേഷവും വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഏതായാലും ഇതാണ് നിലവിൽ തിരക്കുമായി ബന്ധപ്പെട്ട സാഹചര്യം. തിരക്ക് ഉയരുന്നതോടൊപ്പം തന്നെ ശബരിമലയിലെ വരുമാനത്തിലും വലിയ വർധനവ് ഉണ്ട്. ഏതാണ്ട് 72 കോടി രൂപ ഇതുവരെ നടവരവായി ലഭിച്ചു. അപ്പം അരവണ വിറ്റുവരവിലാണ് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചത്. അപ്പം അരവണ വിറ്റുവരവിൽ ഏതാണ്ട് അരവണ വിറ്റതിൽ 32 കോടിയിലധികമായിരിക്കുന്നു. 4 കോടിയിലധികം രൂപയുടെ അപ്പം വിറ്റു. 15 ലക്ഷത്തോളം ടിൻ അരവണ സ്റ്റോക്ക് ഉണ്ട് എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. സന്നിധാനത്ത് നിന്നും VR കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിയത്. ശബരീശനെ കാണാൻ വനവിഭവങ്ങളുമായി അഗസ്ത്യന്റെ മക്കളെത്തി. കാട്ടുതേനും കാട്ടുകദളിയും കരിമ്പുമെല്ലാമായി 105 അംഗ സംഘമാണ് സന്നിധാനത്തെത്തിയത്. പൂക്കൂടകളും ഇവർ സമർപ്പിച്ചു. വിവിധ ഊരുകളിൽ നിന്നുള്ളവർ കോട്ടൂർ മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ ഒത്തുചേർന്നാണ് ശബരിമലയ്ക്ക് പുറപ്പെട്ടത്. നമ്മൾ കൊണ്ടുവന്ന തേന് കുട്ട കാട്ടിലുള്ള നമ്മുടെ അവസരത്തിൻ്റെ പൂങ്കാമരത്തിലുള്ളതാണ്. തേന് കുട്ട, ചൂരലിലുള്ള കുട്ട, കുന്തിരിക്കം, കരിമ്പ് ഒക്കെ കടക്ക എല്ലാം കയ്യേറി കൊണ്ടുവന്നത് അവിടുത്തെ വാമീര പൂങ്കാമരത്തിൽ നിന്നാണ് അയ്യപ്പ സ്വാമിക്ക് ദർശനം കൊണ്ടുവന്നത്. ഒന്നും വിഷമുള്ളതല്ല. അയ്യപ്പ സ്വാമിയുടെ പൂങ്കാമരത്തിൽ ഉള്ള വിളവാണ് ഇന്ന് സ്വാമിക്ക് കൊണ്ടുവന്നത്. അത്രത്തോളം ഞങ്ങൾക്ക് സ്വാമിയെ പറ്റി ഇന്നും വിശ്വാസമുണ്ട്. അതിനുള്ള വിഷമമുണ്ട്. സ്വാമിയുടെ മുമ്പിൽ ഞങ്ങൾക്ക് നല്ലതായിട്ട് വരട്ടെ എല്ലാവർക്കും. കണ്ട് സ്വാമിയെ ശരണ. ശബരീശ ദർശനത്തിൽ ഒരിടവേള. ഒരു കാലത്ത് ശബരിമലയ്ക്കൊപ്പം മറ്റു ചില ശാസ്താക്ഷേത്രങ്ങളും തിരുവിതാംകൂർ രാജകുടുംബത്തിന് നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് തൈക്കാട് ശാസ്താക്ഷേത്രം. ദിവസവും 100 കണക്കിന് ആളുകളാണ് കെട്ടുനിറയ്ക്കാൻ ഇവിടെ എത്തുന്നത്. തിരുവിതാംകൂർ രാജകുടുംബത്തിന് ശബരിമലയിലെ ശാസ്താവുമായുള്ള നേർബന്ധത്തിന്റെ അടയാളം കൂടിയാണ് തൈക്കാട് ശാസ്താക്ഷേത്രം. പണ്ട് പന്തളം രാജ്യം ലയിച്ചപ്പോഴാണ് ശബരിമലയുടെ അവകാശം തിരുവിതാംകൂർ കൊട്ടാരത്തിന് കൈവന്നത്. തൈക്കാട് ക്ഷേത്രം നിർമ്മിച്ചത് തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപവുമായി ബന്ധപ്പെട്ടാണ്. ആദ്യ മുറജപത്തിന് കാർമ്മികത്വം വഹിക്കാനെത്തിയത് തൃശൂരിൽ നിന്നുള്ള ബ്രാഹ്മണരായിരുന്നു. അവരുടെ ഭരദേവതയായ ശാസ്താവിനെ കുടിയിരുത്തി ക്ഷേത്രം നിർമ്മിക്കാൻ രാജാവാണ് തൈക്കാട്ട് ഭൂമി നൽകിയത്. രാജകുടുംബം ഈ ക്ഷേത്രത്തിന്റെ അന്നത്തെ തൃശ്ശൂര് പടുതോൾ മനക്കാരാണ്. അവരുടെ ക്ഷേത്രമായിരുന്നു അന്ന്. ഈ പടുതോൾ മനക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം നടക്കുന്നത്. അപ്പൊ ഇതൊരു കാടായിരുന്നു. ആ തൈക്കാട് എന്നാണ് അറിയപ്പെടുന്നത്. ആ സ്ഥലം ഈ മുറജപത്തിന് വന്ന ആളുകൾക്ക് ഈ സ്ഥലം പതിച്ചു കൊടുത്തു. അപ്പോൾ തൃശ്ശൂര്, വടക്കാഞ്ചേരി, കണ്ണൂരൊക്കെ ഉള്ള ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ അന്ന് ഇവിടെ വന്ന് ആ സ്ഥലത്ത് ഇവിടെ വീടുകൾ വെച്ച് താമസിച്ചു. അവരുടെ പരദേവതയാണ് ഈ തൈക്കാട് ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. പൂർണ്ണ പുഷ്കല സങ്കല്പത്തിലെ ശാസ്താവാണ് തൈക്കാട്ടെ പ്രതിഷ്ഠ. ശബരിമലയിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെങ്കിൽ തൈക്കാട്ട് ഗൃഹസ്ഥാശ്രമത്തിലെ ശാസ്താവാണ്. മണ്ഡലകാലത്ത് 100 കണക്കിന് ഭക്തരാണ് ഇവിടെ കെട്ടുനിറയ്ക്കാനെത്തുന്നത്.
പുലർച്ചെ നട തുറക്കുന്നത് മുതൽ രാത്രി നടയടയ്ക്കുന്നതുവരെ കെട്ടുനിറ തുടരും. NSS താലൂക്ക് യൂണിയൻ കീഴിലാണ് ക്ഷേത്രം. കെട്ടുനിറയ്ക്കുന്നത് നമ്മൾ രാവിലെ തുടങ്ങിയാൽ രാവിലെ ഒരു 5:30 തുടങ്ങും. 5:30 തുടങ്ങി ഇങ്ങനെ കണ്ടിന്യൂ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കും. 11:30 മണി വരെ അടയ്ക്കും. അതിനുശേഷം വന്നാലും നമ്മൾ കെട്ടുനിറയ്ക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല. ഇപ്പൊ 2 നേരം ഡെയിലി ഒരു 300-350 കെട്ട് ഡെയിലി ഇവിടെ നിറയ്ക്കുന്നുണ്ട്. നേരത്തെ ഉച്ചയ്ക്ക് മാത്രമായിരുന്നു അന്നദാനമെങ്കിൽ തീർത്ഥാടന കാലത്ത് 3 നേരവുമുണ്ട്. മാസത്തിലെ ആദ്യ ശനിയാഴ്ച ശനീശ്വര പൂജ ഉൾപ്പെടെ പ്രത്യേക വഴിപാടുകളുമുണ്ട്. മതിലകം രേഖകളിലും പരാമർശമുള്ളതാണ് പുരാതനമായ തൈക്കാട് ക്ഷേത്രം. ന്യൂസ് 18 തിരുവനന്തപുരം. അയ്യപ്പൻ എന്നാൽ പാട്ടു മാത്രമല്ല നൃത്തവും കൂടിയാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ വണ്ടൂർ മേഖലകളിൽ നിന്നുള്ള അഖണ്ഡ നൃത്ത സംഘം പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ദർശനത്തിനെത്തി. ഈ റിപ്പോർട്ടോടെ ശബരീശ ദർശനം പൂർത്തിയാകുന്നു. നമസ്കാരം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാ പരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രദുഃഖ നമോ നമഃ. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ, അതുപോലെ വണ്ടൂർ, നിലമ്പൂർ, അതായത് ജില്ലയുടെ വടക്ക് ഭാഗത്ത് ഇത് അഖണ്ഡനാമം എന്നുള്ള രീതിയിലാണ്. അതായത് ഉദയം മുതൽ ഉദയം വരെ ഒരു ദിവസം 24 മണിക്കൂർ ഇതുപോലെ തന്നെ അയ്യപ്പന്മാര് ഈ നാമം ജപിച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന. മലപ്പുറം ജില്ലയുടെ കിഴക്ക് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അത് പിന്നെ അഖണ്ഡനാമ പാരായണമാണ്. ഈ നൃത്തം ചവിട്ടാതെയുള്ള പാരായണമാണ്. ഈ വടക്ക് ഭാഗത്തേക്ക് പൂർണ്ണമായിട്ടും ഇത്തരത്തിലുള്ള നൃത്തം ചവിട്ടിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് നടക്കുന്നത്. അതിൽ 100 കണക്കിന് അയ്യപ്പന്മാര് 3-4 ലൈനായിട്ട് അയ്യപ്പന്മാര്, ഒരു 100 കണക്കിന് അയ്യപ്പന്മാര് ഓരോ പരിപാടി റൗണ്ടിലുണ്ടാവും. അരമണിക്കൂർ 3/4 മണിക്കൂർ വരെ ഒരു റൗണ്ട് ഒരു കീർത്തനം നിലനിൽക്കും. അത് കഴിഞ്ഞ് അടുത്ത ആള് വീണ്ടും, അങ്ങനെ പാടാൻ ഒരുപാട് ആളുകൾ വരും. ഇതുപോലെ നാടിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഒരുപാട് സ്വാമിമാര്, ഇതിൽ മാലയിട്ട അയ്യപ്പന്മാർക്ക് മാത്രമേ ചാടാൻ പറ്റുള്ളൂ, കളത്തിലിറങ്ങി ചാടാൻ പാടുള്ളൂ. അപ്പൊ ഇങ്ങനെ ചാടി 3 കാലങ്ങളാണുള്ളത്. ആദ്യം 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം വരും. 3-ാം കാലം വരുമ്പോഴത്തേക്ക് പല ആളുകളും തുള്ളിയിട്ട് കുഴങ്ങി സാധാരണ വീഴാറുണ്ട്.